ഹായ്, ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് 7-ാം തീയതി കേട്ടോ. ഇന്ന് രാത്രി നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുപോയ ബാഗാണ്. ഈ ബാഗിൽ നിന്ന് ഇന്നലെ കൊണ്ടുപോയാൽ അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇന്നെല്ലാം മാറ്റാം. അപ്പോൾ നമ്മുടെ ഫയല്, ഇത് പ്രൊജക്റ്റ് നമ്മളെ കൊണ്ടുള്ള കോപ്പിയാണ്. ഓക്കെ, ഈ 2 സാധനങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ജോഡിയങ്ങൾ കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവാം. ഞാൻ ചാർജർ എടുത്ത് വെച്ചു. ഇത് ചാർജറിൻ്റെ വള്ളിയാണ്. ഇതും പവർ ബാങ്കും കൂടെ പോക്കറ്റിലിടാന്ന് വിചാരിച്ചു. പാൻറ്റിൻ്റെ ആവശ്യം വരില്ലായിരിക്കാം, എന്നാലും നമ്മൾ ഈ ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടോ ഇവിടുന്ന് പോകുന്നത്. അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ലൈവ് ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും പോകുന്ന വഴിക്ക് ആവശ്യം വന്നാൽ നമ്മൾ ഈ ബാഗിൽ നിന്ന് കുത്തിപ്പിറക്കി എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ചു. ഈ താഴെ അമ്മ എന്തോ ക്രീമോ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കൊണ്ടുപോകണം തോന്നുന്നു. പിന്നെ ഇതെടുത്തിട്ടുണ്ട്, നമുക്ക് ആലുവ സ്കൂളിൽ നിന്ന് കിട്ടിയില്ലേ. ഇപ്പോൾ നോക്കിയപ്പോഴേ ചാർജ് ഇല്ല. ഇനി അവിടെ പോകുമ്പോൾ ചാർജിനൊന്ന് വെക്കണം. ബൈബിൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് വരുന്ന വഴിക്ക് പോവാം നമുക്ക്. നമ്മുടെ വണ്ടി വന്നു, പക്ഷേ ഒരു സാധനം നമുക്ക് എടുത്ത് വെക്കാനുണ്ട്. നമുക്ക് ഇത് മാത്രം കൊണ്ടുപോയാൽ മതി. കവറടക്കം കൊണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. വേറൊരു സാധനം മറന്നുപോയി, എൻ്റെ സ്പെക്സ്. എപ്പോഴും ഓട്ടപ്പാച്ചിൽ എല്ലാം അടച്ചിട്ട് ഒറ്റയ്ക്കല്ലേ. ഇവിടെ എങ്ങാണ്ട് കിട്ടി. ലെറ്റ്സ് ഗോ. വണ്ടി വന്നിട്ടുണ്ട്. ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കസാര എല്ലാം അങ്ങോട്ട് മാറ്. അതടച്ചില്ലേ? അയ്യോ, ഓക്കെ. ഇത് ആദ്യമായിട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ വീടൊക്കെ പൂട്ടി പോന്നെ. ഓക്കെ, ചേട്ടൻ തെറി വിളിക്കുമെന്തോ. കറക്റ്റ് സമയത്ത് തന്നെ അമ്മ വിളിച്ചായിരുന്നു ഓരോ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അന്നേരം സമയം പോയി. തൽക്കാലം നമുക്കിത് ഇങ്ങനെ ഇട്ടിട്ട് പോവാം. വണ്ടി കയറിയിട്ട് ബാക്കി ഇടാം നമുക്ക്. നടക്കുള്ളൂ. കുറ്റി ലൈറ്റ് കിടന്നോട്ടെ. മതി. സോറി ചേട്ടാ, ഒറ്റയ്ക്കുള്ള അതിൻ്റെ പ്രശ്നമാണ്. 4466. അയ്യോ, സോറി കേട്ടോ. ജോലിയങ്ങളുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. ഇവിടെ വന്നത്, ഇവിടെ കേക്ക് കട്ടിങ്ങും പരിപാടി കണ്ടിരുന്നു. ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞുണ്ടോ. അത് ഞാനിവിടെ ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ തലോടി നിൽക്കുന്നു. ഇവിടെ വളർത്തുന്ന പൂച്ചയാണ്, നാടൻ പൂച്ചയത്. എന്താടി കുഞ്ഞിപ്പെണ്ണ്, എൻ്റെ കുഞ്ഞിപ്പെണ്ണ്.
എന്താ പറഞ്ഞ ഞങ്ങളെ ചേട്ടിലെത്തിയോ? അപ്പം എപ്പോൾ എത്തുമെന്ന് പറഞ്ഞേ? ആ ആ ഓക്കെ ഓക്കെ. വണ്ടി ലേറ്റാണ്, വണ്ടി ലേറ്റ്. കുഞ്ഞിപ്പെണ്ണെ വണ്ടി ലേറ്റ് അടിക്കട്ടെ. എൻ്റെ വണ്ടി ലേറ്റ് അടി, എൻ്റെ വണ്ടി ലേറ്റ് അടി, എൻ്റെ വണ്ടി ലേറ്റാ, എൻ്റെ വണ്ടി ലേറ്റാ, എൻ്റെ വണ്ടി ലേറ്റാണ്. എൻ്റെ വീട്ടിൽ നിന്നെപ്പോലെ ഒരു പെണ്ണുണ്ടായിരുന്നു, ഇറങ്ങിപ്പോയി. എൻ്റെ വീട്ടിൽ നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണുണ്ടായിരുന്നു, ഇറങ്ങിപ്പോയി. നീ എൻ്റെ കൂടെ വരുന്നോ? എൻ്റെ കൂടെ നീ വരുന്നോടി എൻ്റെ കൂടെ? കുഞ്ഞിപ്പെണ്ണെ നീ എൻ്റെ കൂടെ വരുന്നോടി, നീ എൻ്റെ കൂടെ വരുന്നോടി. ആ സുഖിച്ചു പോയി മോങ്ങ. അവിടെ ഇരുന്നോ. പിന്നെ വണ്ടിയല്ലേ? ആ ടിക്കറ്റ് ഒന്ന് എടുക്കുമോ? അവർ കാണിക്കണ്ടേ? ആ PDF ഓപ്പണാക്കിയാൽ മതി. ഓക്കെ. നല്ല ബസ്സല്ലേ? സീറ്റ് നമ്പർ സോറി സ്കാനി അല്ലേ? മാനന്തവാടി മാനന്തവാടി എത്തി. വിളിച്ചു ചോദിച്ചു കൽപ്പറ്റ അല്ലേ? നമ്മുടെ വണ്ടി തന്നെയാണോ ഇത്? നമ്പർ നോക്കിയോ? ബസ് നമ്പർ കറക്റ്റല്ലേ? ഇതാണോ? ഇതെവിടെ വെക്കുക? എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ശരി ശരി, എങ്ങനെ എത്തുന്നറിയില്ല. ശരി. ആ ശരി ശരി. ആ ഇതല്ലേ ഇതല്ലേ? എൻ്റെ അമ്മ, ബസ് മാറിപ്പോയി. ഇതാ നമ്മുടെ ബസ് ആണ്, ഇതാ നമ്മുടെ ബസ്. സത്യമായിട്ട് നമ്മുടെ ബസ് ഇതാ. ആന്ന് സത്യം. ഞാൻ വിളിച്ചു വന്നു, കണ്ടക്ടറെ ഇപ്പോൾ വിളിച്ചു. ആ ഇതാണ് ബസ്. വിളിച്ചില്ലേ ജയ്ബിൻ? അത് ഞാനാ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പണി കിട്ടിയേനെ. അയ്യോ അയ്യോ. ഞാൻ അടുത്തിരുന്ന ആളോട് ചോദിച്ചു. എനിക്ക് പിന്നെ സംശയം. അയ്യോ പണി കിട്ടിയെന്നാ വിചാരിച്ചേ. ഇതാണോ നമ്മുടെ? 19 അതെ ഞാൻ പണി കിട്ടിയെന്ന് വിചാരിച്ചു.
അപ്പൊ ഇനി ശരിക്കും പോയി പോയി ഞാൻ പോയിന്നാ വിചാരിച്ചേ. ശരി ഓക്കെ. ആദ്യം പോയിട്ട് സൂപ്പർ ഡീലക്സ് ഇപ്പോൾ കയറി. അതല്ലായിരുന്നു, ഇത് തന്നെയായിരുന്നു വണ്ടി. പക്ഷേ ഈ വണ്ടിയും കോട്ടി വലിയ ഗുണമില്ല. കാരണം സ്കാനിയ ബുക്ക് ചെയ്തിട്ട് സ്കാനിയയ്ക്ക് പകരം കിട്ടിയത് സ്വിഫ്റ്റ് ബസ്സാണ്. ഇത് എന്ത് വൃത്തികെട്ട ഏർപ്പാട് അവർ കാണിക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും വണ്ടി കിടന്ന് ഒച്ചപ്പാടാണ്, വരുന്നവരും പോകുന്നവരും ഒക്കെ ഒച്ചപ്പാടായിരുന്നു. വല്ല കംഫർട്ടും ഉണ്ടോ? ഇല്ല. സ്കാനിയ എന്ന് പറഞ്ഞാൽ സ്കാനിയ തന്നെ തരണ്ടേ? ചോദിച്ചപ്പോൾ പറഞ്ഞത് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ്. അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല മര്യാദയ്ക്ക്. കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് സ്കാനിയ കിട്ടാതിരുന്നതെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് എന്ത് ഗുണമുണ്ടായിട്ടാണ് ഈ വണ്ടി പോകുന്നത്? നിങ്ങൾ കണ്ടോ? ഒരുമാതിരി ഉരുമ്പ് പിന്നെ അരിച്ചരിച്ചരിച്ച് പോകുന്ന പോലെ ഈ വണ്ടി പോകുന്നത്. അതുപോലെ നല്ല ഷെയ്ക്കിങ്ങും നല്ല കുലുക്കം ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്. ഒരു കംഫർട്ടും ഇല്ലാത്തൊരു വണ്ടിയാണ് അവർ തന്നിട്ടേക്കുന്നത്. ഇത്രയും ലോങ് ജേണിക്ക് ഇത് ബാംഗ്ലൂർ വരെ പോകുന്ന വണ്ടിയാണ്. ജനങ്ങളോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ KSRTCക്ക്? ഇമാതിരി പന്ന പരിപാടി കാണിച്ചു നോക്കുന്നത്. ഒരു കംഫർട്ടും ഇല്ലാതെയാണ് അവിടെ ഇരുന്നത്. 6 മണിക്കൂർ ലേറ്റായിട്ട് ഈ വണ്ടി പോകുന്നത്. 6 മണിക്കൂർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹോ, ഒരുമാതിരി വൃത്തികെട്ട യാത്രയായിരുന്നു. ഒരു വൃത്തികെട്ട യാത്ര. എൻ്റെ പൊന്നേ, മുൻപൊരിക്കൽ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്തതാണ് ബസ്സിന്. അന്നേരം ഇങ്ങനെ തന്നെയായിരുന്നു. അന്ന് പിന്നെ സ്വിഫ്റ്റാണ് ബുക്ക് ചെയ്തത്. സ്വിഫ്റ്റ് ബുക്ക് ചെയ്തിട്ട് വന്നത് ഒരു ലോക്കൽ സൂപ്പർ ഡീലക്സ് ബസ്സാണ്. ഭയങ്കര കുലുക്കമായിട്ടുണ്ടോ ഈ സമയം. ഇതിപ്പോൾ 6 മണി. ഇപ്പോൾ വയനാട് എത്തുന്ന പറഞ്ഞ സമയമാണ്. ഇപ്പോൾ വയനാട് എത്തിയിട്ടില്ല. ഇപ്പോഴും ബസ് റണ്ണിങ്ങിലാണ്. എന്തൊരു ഊമ്പിയ പരിപാടിയന്മാർ കാണിക്കുന്നത്. അല്ലാണ്ട് ഞാൻ എന്താ പറയണ്ടേ? അതേപോലെ ടയർഡായിട്ടാണ് വീട്ടിൽ കയറി വന്നത്. എങ്ങനെയും എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിൽ വന്നത്. എന്തൊരു വൃത്തിയായിട്ട അവസ്ഥയാണ്. വെറുതെ അല്ലേ ഈ KSRTC നശിച്ച് നാറാണക്കല്ലായി പോണത്. ഇതല്ലേ നാട്ടുകാരോട് കാണിക്കുന്നത്? ഹോ, എൻ്റെ അമ്മ, ഇത്രയും ഒരു വൃത്തികെട്ട യാത്ര ഇനി മേലിൽ എൻ്റെ ലൈഫിൽ ഞാൻ KSRTC ചൂസ് ചെയ്തിട്ടില്ല. ലോങ് യാത്രയ്ക്ക് ചിലപ്പോൾ ലോക്കൽ പോവായിരിക്കും, പക്ഷേ ലോങ് യാത്രയ്ക്ക് ഇനി ഒരിക്കലും KSRTC എൻ്റെ ജീവിതത്തിൽ ഞാൻ ചൂസ് ചെയ്യില്ല. ആർക്ക് റെക്കമെൻഡ് ചെയ്യത്തുമില്ല. പ്രൈവറ്റോ മറ്റോ ബുക്ക് ചെയ്ത് പോവുള്ളൂ. അല്ലെ മറ്റേ കർണാടക RTCയുടെ വണ്ടി ബുക്ക് ചെയ്ത് പോയിരിക്കും. കേരള RTC ഈ മേലിൽ ലോങ് ജേണിക്ക് ചൂസ് ചെയ്തില്ല. ഇവന്മാർ ബുക്ക് ചെയ്യുന്ന ബസ്സിൽ തന്നു വിടുന്നത് 600 രൂപയാണ് സ്കാനിക്ക് ഇവന്മാർ മേടിച്ചത്. എന്നിട്ട് തന്നു വയ്ക്കുന്ന ഈ പന്ന പാട്ട വണ്ടിയും എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? വിഷമമുണ്ട് അത്രയും. അതേപോലെ ഡിസ്കംഫർട്ടായിട്ടാണ് ഇത്ര ഇരുന്ന് വരുന്നത്. എനിക്ക് നടുവിന് വിഷമമുള്ള ആളാണ്. ഇവിടെ നടുവിൻ്റെ ആപ്പീസ് കൂട്ടി. ഹോ, എൻ്റെ മോനെ 6 മണിക്കൂർ ലേറ്റ്. വണ്ടി ഒന്നാമത് ലേറ്റ്. അയാൾ ചൂടായിക്കൊണ്ടിരിക്കുക. അന്നേരം നീ ഇറങ്ങാണ്ട് പിന്നെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഫോട്ടോ എടുക്കുമല്ലായിരുന്നല്ലോ. പിന്നെ ആര് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്? ഇറങ്ങിയ ആൾ ചൂടായിക്കൊണ്ടിരിക്കാൻ. അയാൾ എത്ര നേരം ചൂടാവാൻ തുടങ്ങിയിട്ടെന്നറിയോ? ഇപ്പം ചൂടാൻ തുടങ്ങിയെന്നല്ല, കുറേ നേരം അയാൾ ചൂടാൻ തുടങ്ങിയിട്ട്. എടോ ഡോറ് തുറക്കണോ? പോ, ഒരു കുന്തവും വേണ്ട. പോ, വീട്ടിൽ പോ. വീട്ടിൽ പോടോ. വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. എന്താ ഈ 2 രൂപ ബസ്സിലുണ്ടല്ലോ ടോയ്ലറ്റ്, അതിൽ പോയിക്കൂടെ? ബസ്സിൽ ടോയ്ലറ്റ് ഒന്നുമില്ല. എൻ്റെ അമ്മ വീട്ടിൽ പോയിട്ട് മതി. വീട്ടിൽ പോയിട്ട് മതിയെന്നേ. വണ്ടി വേഗം വിട്ട. ഇത് ഉദയ വാങ്ങിച്ചതാ. എനിക്കിപ്പോ 2 മുതലുണ്ട്. ആ ചേട്ടൻ കോഴിക്കോട് തൊട്ടേ ചൂടാൻ തുടങ്ങിയത്. 6 മണിക്കൂർ ലേറ്റോ? ആന്നേ. ആ പതുക്കെ വണ്ടി ഓടിക്കുന്നത്. വണ്ടിയെ ഭയങ്കര പതുക്കെ ഓടിക്കുന്നത്. ഇവന്മാർ എന്നെ കാണിക്കുന്ന ആൾക്കറിയാം. എനിക്കറിയത്തില്ല. അങ്ങനാണെങ്കിലേ അവൻ കേറിട്ടോ എത്തി അങ്ങനാണെങ്കിൽ ആ ഞങ്ങൾ ഈ കണ്ടക്ടറെ വിളിച്ചു ചോദിച്ചപ്പോ വണ്ടി ഒച്ച സ്പീഡിൽ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ
വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താ പറയുക, നമ്മൾ സ്കാനിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ട് മൾട്ടി ആക്സിൽ വണ്ടി, AC മൾട്ടി ആക്സിൽ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് സ്വിഫ്റ്റിൻ്റെ ഒരു പാട്ട ബസ്. ഇരുന്ന് മടുത്ത് വെറുത്ത് പോയൊരു യാത്ര. സത്യം പറയാമല്ലോ, KSRTC വെറുതെ അല്ല നന്നാവാത്തെ. വരുന്നവരും പോകുന്നവരും ഒക്കെ തെരുവിളിയാണ് KSRTCനെ. നിങ്ങളിത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, സ്കാനിയെ ബുക്ക് ചെയ്തിട്ട് ഇതാണ് വരുന്നത്, എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ഓൺഗോയിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതുതന്നെ അവസ്ഥ. ഇനി വീണ്ടും പറഞ്ഞ് എല്ലാവരെയും കൂടെ വെറുപ്പിക്കുന്നില്ല. KSRTC ഇപ്പോഴും വെറുതെ അല്ല നന്നാവാത്ത. ഇതല്ലേ അവസ്ഥ, ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഇനിയും നശിച്ചു പോവുള്ളൂ. കാരണം അതേപോലെ ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പം നമ്മുടെ കസ്റ്റമേഴ്സിനോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ട, ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ട, അതില്ല. പിന്നെ ഇവർ എങ്ങനെ നന്നാമെന്ന് ഈ പറയുന്നത്? വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. വന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നുള്ളൂ, അതേപോലെ ഞാൻ എടുത്തു. ഒരു പോള കണ്ണടിച്ചിട്ടില്ല ഇന്നലെ 1% നിന്നിട്ട്. നടുവിൻ്റെയൊക്കെ ആപ്പീസ് പൊട്ടിപ്പോയി. ഓ, അപ്പോൾ ശരി, നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഇനി വയനാട് വ്ളോഗ്സ് നാളെ മുതൽ. ഓക്കെ, ടാറ്റാ.